എന്ന ലക്ഷ്യത്തിന് ചുക്കാൻ പിടിക്കുന്നവരാണ് ഹരിത കർമ്മസേന. എന്നാൽ ഈ മഹത്തായ ജോലി ചെയ്യുന്നവരുടെ തൊഴിൽ സാഹചര്യങ്ങളും ജീവിതവും അത്ര സുഖകരമല്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും സ്ത്രീ ഡ്രൈവർമാർ ഒരു കൗതുക കാഴ്ചയായിരിക്കുമ്പോൾ ഈ വെല്ലുവിളികൾ നിറഞ്ഞ മേഖലയിൽ ഹരിത കർമ്മസേനയുടെ ഡ്രൈവറായി പ്രവർത്തിക്കുന്ന ശ്രീമതി റസിയ KV നമ്മോടൊപ്പം ചേരുന്നു. അവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്നോടൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, ഞാൻ ഇങ്ങനെ മൈക്കിന് മുന്നിൽ വന്നിട്ട് കൂടുതലൊന്നും പ്രസംഗിക്കാറില്ല, പുറത്തുനിന്ന് പ്രസംഗിക്കല്ലാതെ. പിന്നെ ഞാൻ ഹരിതകർമ്മസേനയിൽ ഡ്രൈവറായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 3 വർഷമായി. അത് എന്താ വെച്ചാൽ എനിക്ക് വണ്ടി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ പഞ്ചായത്തിലൊരു ചോദിക്കൂ, എനിക്ക് വണ്ടി ഓടിക്കാൻ അറിയോ ചോദിച്ചപ്പോൾ ഞാനൊരു ഇഷ്ടത്തിന് പറഞ്ഞു, വെയ്ക്കൊന്നും പറഞ്ഞ് അങ്ങനെ കയറിയതാണ്. ഗുഡ്സാണ് ഓടിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്ത് നല്ല ഉഷാറായി പോകുന്നുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ഒരു വണ്ടി എടുക്കുമ്പോഴല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എനിക്ക് കുഴപ്പമില്ല. ഇപ്പം എല്ലാ മെമ്പർമാരായിക്കോട്ടെ നാട്ടുകാരായിക്കോട്ടെ എല്ലാവരും നല്ല സഹകരണമാണ്. അപ്പോൾ നമ്മൾ സ്ത്രീകളെ എന്തിനും കുറച്ച് കാണുന്ന ആൾക്കാരാണ് കൂടുതൽ. പക്ഷേ നമ്മൾ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയപ്പോൾ ആദ്യമൊക്കെ എന്നെ ഭയങ്കരമായിട്ട് എനിക്ക് വേറെ ഒരു ജോലിയും കിട്ടിയില്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ കളിയാക്കിയിരുന്നു. ഇപ്പോൾ അവരൊക്കെ പറയണത് നിൻ്റെ ഒരു സാമർത്ഥ്യം കൊണ്ടാണ് പിന്നെ ഇത്രയും ഭംഗിയായി ഹരിതകർമ്മസേന മുന്നോട്ട് പോകണമെന്ന് എല്ലാവരും പറയലുണ്ട്. നാട്ടുകാരും പറയും, പഞ്ചായത്ത് മെമ്പർമാരും പറയലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞങ്ങളെ പഞ്ചായത്ത് നല്ല പിന്നെ ഈ മാലിന്യമുക്ത നവകേരളം പറഞ്ഞ പോലെ ഞങ്ങളുടെ പഞ്ചായത്ത് മാലിന്യം ഇല്ലെന്നല്ല, പക്ഷെ എവിടെയും കൂടി കിടക്കണതോ അതേമാതിരി വീടുകളിൽ നിന്ന് പരാതികളോ ഒന്നും ഇപ്പോൾ വരലില്ല. മറ്റ് പണ്ടുണ്ടായിരുന്നു, അവിടെ കിടക്കുകയാണ് ഇവിടെ കിടക്കുകയാണെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇപ്പോൾ അങ്ങനെ വരലില്ല. എന്താ വെച്ചാൽ ഞാൻ പറയില്ല, ഞാൻ രാവിലെ 7 മണി മുതൽ 11 മണി വരെയാണ് രാവിലത്തെ ഡ്യൂട്ടി എടുക്കുക. പിന്നെ 2 മണിക്ക് ശേഷം നിസ്കാരം കഴിഞ്ഞ ശേഷം 2 മണിക്ക് ശേഷം പിന്നെ ഇറങ്ങിയാൽ പിന്നെ 5 മണി 5:30 വരെ ഞാൻ എടുക്കും. എന്താ വെച്ചാൽ അത് ചാർജ് ചെയ്യുന്ന ടൈം ഞാൻ വീട്ടിൽ പോയി വീട്ടിലത്തെ വർക്ക് ചെയ്യും. പിന്നെ അങ്ങനെയാണ് ഞാൻ ചെയ്യൽ. ഇപ്പോൾ ശരിക്കും വർക്ക് ചെയ്യുകയാണെന്ന് പറഞ്ഞാൽ എല്ലാ പഞ്ചായത്തിലും പിന്നെ 2 ചാർജ് കഴിഞ്ഞാൽ അവിടെ ഓഫായിട്ട് എല്ലാവരും വീട്ടിലും പോകും. പക്ഷെ ഞാനത് ചെയ്യാത്തത് കൊണ്ടാണ് ഞങ്ങൾ പഞ്ചായത്തിൽ വേസ്റ്റ് കിടക്കാത്തത്. അല്ലെങ്കിൽ നമുക്ക് പരാതിയായിരിക്കും. അപ്പോൾ എനിക്ക് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ബാക്കി ഒന്നുള്ളൂ. നമ്മൾ ചെയ്യണ ഉത്തരവാദിത്വം ഭംഗിയായി നിർവഹിക്കുക എന്നാണ് എൻ്റെ ഏറ്റവും ഒരു ഇത്. എന്നാൽ ശരി. താങ്ക് യു മാം. റസിയ KVക്ക് ഏത് പഞ്ചായത്തെന്ന് പറയാൻ പറഞ്ഞു? മക്കരപറമ്പ് പഞ്ചായത്ത്, മലപ്പുറം ജില്ലയിലെ മങ്കട മണ്ഡലത്തിൽ. താങ്ക് യു മാം. വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സ്നേഹോപഹാരം സമർപ്പിക്കുന്നതിനായി സംസ്ഥാന സെക്രട്ടറി ശ്രീമതി റുക്സാന ഇർഷാദിനെ ക്ഷണിക്കുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ശ്രീമതി റസിയ KVയെ ക്ഷണിക്കുന്നു. താങ്ക് യു മാം. നിരന്തരം യാത്ര ചെയ്യേണ്ടി വരുന്ന സ്ത്രീകൾക്ക് വലിയ ആശ്വാസമാണ് ഷീ ടാക്സി സേവനം. ഈ സംവിധാനം കൂടുതൽ കാര്യക്ഷമമായി എല്ലായിടത്തും വ്യാപിപ്പിക്കേണ്ടത് അത്യാവശ്യമാണ്. ഷീ ടാക്സിയെ പ്രതിനിധീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ഇവിടെയുള്ളത് ശ്രീമതി ഷൈനി പ്രമോദാണ്. അവരെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ബഹുമാന്യ സദസ്സിന് ഹൃദയമായ വന്നു. എന്നോട് ഇവിടെ പ്രസംഗിക്കാനോ അല്ലെങ്കിൽ ഇവിടെ വന്ന് എന്തെങ്കിലും പറയാനോ ഒന്നും പറഞ്ഞിട്ടില്ല. ഞാൻ ഇന്ന്